back to my channel. In our biology first chapter sensations and response ബാക്കി ഭാഗങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. മൈലിൻ ഷീറ്റ് വരെ നമ്മൾ പഠിച്ചു ന്യൂറോണിന്റെ പാർട്സ്, പിന്നെ മൈലിൻ ഷീറ്റ്, അതിന്റെ ഫങ്ഷൻസ്, വാട്ട് ഇസ് ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇമ്പൾസസ് എങ്ങനെയാണ് ന്യൂറോണിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നാണ് പഠിക്കാനുള്ളത്. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് നെർവസ് സിസ്റ്റമാണ് നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ഇമ്പൾസസ് കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും നെർവസ് സിസ്റ്റമാണ്. അപ്പോൾ ഈ നെർവസ് സിസ്റ്റം ഇമ്പൾസസ് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്ന് നമുക്കിനി നോക്കാം. ഈ ന്യൂറോണിന് ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാവുമല്ലോ. ന്യൂറോണിന് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. നമുക്ക് ഒരു റഫ് ഫിഗർ വരക്കാം. ഇതാണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് സങ്കല്പിക്കുക. ന്യൂറോണിന്റെ പ്ലാസ്മ മെംബ്രെയിൻ. ഓക്കെ, അപ്പം ഈ ന്യൂറോണിന്റെ പ്ലാസ്മ മെംബ്രെയിനിലെ ഔട്ടർ സർഫസ്, ഈ പ്ലാസ്മ മെംബ്രെയിൻ, ഇതാണ് പ്ലാസ്മ മെംബ്രെയിൻ എല്ലാവരും സങ്കല്പിക്കുക. ഈ പ്ലാസ്മ മെംബ്രെയിന്റെ ഔട്ടർ സർഫസ് പോസിറ്റീവ് ആയിരിക്കും. ഫുൾ ഔട്ടർ സർഫസ് പോസിറ്റീവ് ആയിരിക്കും. ഇന്നർ സർഫസ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. ഔട്ടർ സർഫസ് പോസിറ്റീവും ഇന്നർ സർഫസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. ഇങ്ങനെ ഔട്ടർ സർഫസ് പോസിറ്റീവും ഇന്നർ സർഫസ് നെഗറ്റീവും ആവാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഡിഫറൻസ് ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർട്ടൻ അയൺസ് എന്നാണ് ആൻസർ. അതെന്താണെന്ന് വെച്ചാൽ ചില അയൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിലുള്ള ചില ഡിഫറൻസ് ആണ് ഇങ്ങനെ ഔട്ടർ സർഫസ് പോസിറ്റീവും ഇന്നർ സർഫസ് നെഗറ്റീവും ആവാനുള്ള കാരണം. അപ്പൊ എന്താണ് കാരണം? സർട്ടൻ അയൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴുള്ള ചില ഡിഫറൻസ് ആണ് ഇതിനുള്ള കാരണം. അപ്പൊ നമുക്ക് നോക്കാം. ഈ പ്ലാസ്മ മെംബ്രെയിൻ സ്റ്റിമുലേഷൻ, ഇപ്പോൾ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വിചാരിച്ചു എന്തെങ്കിലും വാട്സ്ആപ്പ് ഒബ്ജക്റ്റ് തൊട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റിമുലേഷൻ. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റിമുലേഷൻ ഉണ്ട്. ഇവിടുന്ന് ഇപ്പോൾ സ്റ്റിമുലേറ്റഡ് ആയി, ഈ ഭാഗം സ്റ്റിമുലേറ്റഡ് ആയാൽ ഇവിടെയുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അയൺസ് ചേഞ്ച് ചെയ്യും. അതായത് ഇവിടെയുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അയൺസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ നെഗറ്റീവും ഉള്ളിൽ പോസിറ്റീവും ആവും. ഔട്ടർ സർഫസിൽ നെഗറ്റീവും ഇന്നർ സർഫസിൽ പോസിറ്റീവും ആവും. അപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ ചേഞ്ച്, ഈ ഭാഗത്ത് സ്റ്റിമുലേറ്റ് ആയ പാർട്ടിൽ ഉണ്ടായ ചേഞ്ച് അടുത്തുള്ള അഡ്ജസന്റ് പാർട്സിലേക്കും ആ ചേഞ്ച് എന്താവും? ട്രാൻസ്മിറ്റ് ചെയ്യും. ഇതായിപ്പോൾ ഈ പാർട്ടിലാണ് സ്റ്റിമുലേറ്റ് ചെയ്തെങ്കിൽ ഇതിന്റെ അഡ്ജസന്റ് പാർട്സ് എന്ന് പറയുന്നത് ഈ അടുത്ത ഭാഗങ്ങൾ കൂടി സ്റ്റിമുലേറ്റ് ആവും. അപ്പൊ ഈ മൊമെന്ററി ചേഞ്ച് അഡ്ജസ്റ്റന്റ് പാർട്സിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകും. അപ്പൊ എന്ത് സംഭവിക്കും? ഫുള്ളായിട്ട് ഇപ്പോൾ ഇവിടെ സ്റ്റിമുലേഷൻ ഉണ്ടായെങ്കിലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ചാർജ് ഡിഫറൻസ് ഉണ്ടാകുന്നതാണ്. അപ്പൊ ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുമ്പോൾ ഇമ്പൾസസ് ചാർജസിന്റെ ഫോമിലാണ് ട്രാൻസ്മിറ്റ് ആവുന്നത്. അപ്പൊ ഇവിടെയുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ചാർജസിന്റെ ഫോമിലാണ്. ഇമ്പൾസസ് നമ്മുടെ ന്യൂറോണില് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ചാർജസിന്റെ ഫോമിലാണ്. അപ്പൊ നെർവ് ഇമ്പൾസസ് എന്ന് പറയുന്നത് ഇപ്പൊ എന്താണ്? മെസ്സേജസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദി ന്യൂറോൺസ് ആണ് നെർവ് ഇമ്പൾസസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കാര്യമൊക്കെ മനസ്സിലായാലും ഒരു ന്യൂറോണിലുള്ള പ്ലാസ്മ മെംബ്രെയിന് ഔട്ടർ സർഫസ് പോസിറ്റീവും ഇന്നർ സർഫസ് നെഗറ്റീവും ആയിരിക്കും. അതിനുള്ള കാരണം ഡിഫറൻസ് ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർട്ടൻ അയൺസ് ആണ്. അപ്പോൾ ഒരു സ്ഥലത്ത് ന്യൂറോൺ സ്റ്റിമുലേറ്റ് ആകുമ്പോൾ ഔട്ടർ സർഫസ് നെഗറ്റീവും ഇന്നർ സർഫസ് പോസിറ്റീവും ആവുന്നു. അതായത് അവിടെയുള്ള ഡിഫറൻസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അയൺ ചേഞ്ച് ആവുന്നു. അപ്പോൾ ഔട്ടർ സർഫസ് നെഗറ്റീവും ഇന്നർ സർഫസ് പോസിറ്റീവും ആവുന്നു. ഈ ചേഞ്ച് അഡ്ജസന്റ് പാർട്സിലേക്ക് ട്രാൻസ്മിറ്റ് ആവുന്നു. അങ്ങനെ ഇമ്പൾസസ് ചാർജസിന്റെ ഫോമിലായിട്ട് ഓൾ ത്രൂ ദി ന്യൂറോൺ ഇറ്റ് passes as electric charges. ഇമ്പൾസസ് ഇലക്ട്രിക് ചാർജസ് പാസ് ചെയ്യും. അപ്പോൾ ഇത് ഈ ഭാഗം നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഈസ് സിനാപ്സും സിനാപ്സിന്റെ കുറച്ച് ടൈപ്സുമാണ്. സിനാപ്സ് നെക്സ്റ്റ് ടോപ്പിക്. അപ്പോൾ സിനാപ്സിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഇത്രയേറെ പറയുന്ന ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുന്നത് ബ്രെയിനിലുള്ള റിസപ്റ്റർ സെൽസിലാണ്. ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുന്നത് റിസപ്റ്റർ സെൽസിലാണ്. അത് ബ്രെയിനിലേക്ക് റീച്ച് ചെയ്യും. അപ്പോൾ ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുന്നത് റിസപ്റ്റർ സെൽസിലാണ്. നെക്സ്റ്റ് സിനാപ്സ് എന്താണ് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സിനാപ്സ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലെ ഇലസ്ട്രേഷൻ 1.4 നോക്കുക. അതാണ് സിനാപ്സിന്റെ ഇമേജ്. അപ്പം ഈ സിനാപ്സിൽ നമ്മൾ ഇലക്ട്രിക് ഇമ്പൾസസ് ഇവിടെ നിന്നാണല്ലോ വരിക. നമ്മുടെ ഇമ്പൾസസ് ഇവിടെ നിന്നാണ് വരിക. Impulses are coming from
from here. അപ്പം ഇതാണ് സിനാപ്റ്റിക് ന്യൂറോൺ. ഇത് രണ്ട് ന്യൂറോൺസ് ആണ്. അപ്പോൾ ഇത് രണ്ട് ന്യൂറോൺസ് ആണ്. ഈ ന്യൂറോണിന്റെ ഇത് ഫസ്റ്റ് ന്യൂറോൺ, ഇത് സെക്കൻഡ് ന്യൂറോൺ. ഈ ന്യൂറോണിന്റെ സിനാപ്റ്റിക് നോബാണിത്. സിനാപ്റ്റിക് നോബ്. ഇത് നെക്സ്റ്റ് ന്യൂറോൺ. ഈ ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിന്റെ ഭാഗമാണ് ഇത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ട് ഡെൻഡ്രോയിറ്റ് ആണ് അഡ്ജസന്റ് ന്യൂറോണിൽ നിന്നും ഇമ്പൾസസ് സ്വീകരിക്കുന്നത്. അപ്പം ഇത് സിനാപ്റ്റിക് നോബ്, ഇത് ഡെൻഡ്രൈറ്റ്. ഇനി സിനാപ്സ് എന്ന് പറയുന്ന സ്ഥലം ഈ രണ്ട് ന്യൂറോൺ തമ്മിലുള്ള ഈ ജംഗ്ഷൻ, ഈ ഭാഗത്തിനാണ് നമ്മൾ സിനാപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനാണ് നമ്മൾ സിനാപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സിനാപ്സ് എന്ന് പറയുന്നത് ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ്, അല്ലെങ്കിൽ ജംഗ്ഷൻ ബിറ്റ്വീൻ എ ന്യൂറോൺ ആൻഡ് എ മസ്കുലർ സെൽ or a neuron and a glandular cell. അപ്പോൾ സിനാപ്സ് എന്ന് പറയുന്നത് ഒരു ജംഗ്ഷൻ ആണ്. ഇറ്റ് ക്യാൻ ബി ബിറ്റ്വീൻ ടു ന്യൂറോൺസ്, or a neuron and a muscular cell, or a neuron and a glandular cell. നെക്സ്റ്റ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നത് ഈ സ്ഥലത്തിനാണ് ഇത് നമ്മൾ പറയാ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നു. ഈ സ്ഥലത്തിന് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നു. പിന്നെ ഈ ഇവിടെ കാണുന്ന ഈ ഡോട്ട്സ് പോലത്തെ സാധനങ്ങൾ, അതിനാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. എന്താ ന്യൂറോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് സിനാപ്റ്റിക് നോബ് ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രേറ്റ് ചെയ്യുന്നു എന്ന്. അപ്പോൾ ഇതാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പോൾ നമുക്ക് സിനാപ്സ് നമ്മൾ എന്താണെന്ന് പഠിച്ചാൽ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്താണെന്ന് പഠിക്കാം. When electric impulses from the axon reach the synaptic nerve, certain chemical substances are secreted from there to the synaptic cleft. These chemical substances are called neurotransmitter. Neurotransmitter എന്ന് വെച്ചാൽ ഒന്നുമില്ല, ആക്സണിൽ നിന്നാണല്ലോ സിനാപ്റ്റിക് നോബിലേക്ക് ഇമ്പൾസസ് റീച്ച് ചെയ്യുന്നത്. അപ്പോൾ ആക്സണിൽ നിന്ന് സിനാപ്റ്റിക് നോബിലേക്ക് ഇമ്പൾസസ് റീച്ച് ചെയ്യുമ്പോൾ അവിടെ കുറച്ച് കെമിക്കൽ സബ്സ്റ്റൻസസ് ആർ സെക്രേറ്റഡ്. ദീസ് കെമിക്കൽ സബ്സ്റ്റൻസസ് ആർ നോൺ ആസ് ന്യൂറോട്രാൻസ്മിറ്റർ. അപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്ററിന് ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് സ്റ്റിമുലേറ്റ് ദി അഡ്ജസന്റ് ഡെൻഡ്രൈറ്റ് ഓഫ് സെൽ, പിന്നെ ജനറേറ്റ് ഇമ്പൾസസ്, ജനറേറ്റ് ന്യൂ ഇലക്ട്രിക് ഇമ്പൾസസ്. രണ്ടെണ്ണം ഉള്ളത്. ഒന്ന് സ്റ്റിമുലേറ്റ് ദി അഡ്ജസന്റ് ഡെൻഡ്രൈറ്റ് ഓഫ് സെൽ, രണ്ടാമത് ജനറേറ്റ് ന്യൂ ഇലക്ട്രിക് ഇമ്പൾസസ്. പിന്നെ ന്യൂറോ ട്രാൻസ്മിറ്ററിന് രണ്ട് എക്സാമ്പിൾ, അസിറ്റിൽ കൊളൈൻ, ഡോപ്പമൈൻ, രണ്ട് എക്സാമ്പിൾസ്. പിന്നെ സിനാപ്സ്, നമ്മൾ പഠിച്ച സിനാപ്സിന്റെ രണ്ട് ഫംഗ്ഷൻസ് പഠിക്കുക. സിനാപ്സിന്റെ ഫംഗ്ഷൻസ് ഒന്ന് റെഗുലേറ്റ് ദി സ്പീഡ്, സിനാപ്സിന്റെ ഫംഗ്ഷൻസ് റെഗുലേറ്റ് ദി സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസസ്. സിനാപ്സിന് ഒരൊറ്റ ഫംഗ്ഷനേ ഉള്ളൂ, റെഗുലേറ്റ് ദി സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസസ്. അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി ഞാൻ കരുതുന്നു. സിനാപ്സും ന്യൂറോ ട്രാൻസ്മിറ്റർ എന്താണ്, സിനാപ്സ് എന്താണ്, സിനാപ്സിന്റെ ഫംഗ്ഷൻ, ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ഫംഗ്ഷൻ, എക്സാമ്പിൾ ഫോർ ന്യൂറോ ട്രാൻസ്മിറ്റർ, ഇത്രയും നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇനി ന്യൂറോൺ എന്ന് പറയുന്നത്, ഈ ന്യൂറോൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്നു ന്യൂറോണിന്റെ പാർട്സ്. ന്യൂറോൺ എന്ന് വെച്ചാൽ വി ക്യാൻ ക്ലാസിഫൈ ഇൻടു 3 types ഓൺ ദി ബേസിസ് ഓഫ് ഇറ്റ്സ് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസ്. ന്യൂറോണിനെ നമുക്ക് 3 parts ആയിട്ട്, 3 types ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓൺ ദി ബേസിസ് ഓഫ് ഇറ്റ്സ് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസ്, ഇമ്പൾസിന്റെ ഡയറക്ഷന് ബേസ് ചെയ്തിട്ട് നമുക്കതിനെ 3 parts ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് ന്യൂറോണിനെ 2 parts ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സെൻസറി ന്യൂറോൺ, രണ്ടാമത്തത് മോട്ടോർ ന്യൂറോൺ. അപ്പോൾ ന്യൂറോണിനെ ഓൺ ദി ബേസിസ് ഓഫ് ദി ഡയറക്ഷൻ ഓഫ് ഇമ്പൾസസ് 2 പാർട്ടായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാം, സെൻസറി ന്യൂറോൺ ആൻഡ് മോട്ടോർ ന്യൂറോൺ. സെൻസറി ന്യൂറോൺ എങ്ങനെയാണ് ഇമ്പൾസസ് ക്യാരി ചെയ്യുന്നത്? ഫ്രം sensory impulses from various parts of the body to the brain and spinal cord. Body to brain easy to ഓർമ്മിക്കുക. Body to brain, various parts of the body to the brain and spinal cord ആണ് സെൻസറി ന്യൂറോൺ ഇമ്പൾസ് ക്യാരി ചെയ്യുക. മോട്ടോർ ന്യൂറോൺ നേരെ തിരിച്ചിട്ടാണ് ഫ്രം ബ്രെയിൻ ടു ബോഡി, from brain and spinal cord to different parts of the body. അപ്പോൾ ന്യൂറോൺ 2 types ആണ്, സെൻസറി ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ. സെൻസറി ന്യൂറോൺ ബോഡി ടു ബ്രെയിൻ, മോട്ടോർ ന്യൂറോൺ ബ്രെയിൻ ടു ബോഡി. നെക്സ്റ്റ് ഈ ന്യൂറോൺ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ന്യൂറോണിന്റെ 2 types. അതുപോലെ തന്നെ നെർവ്സിന് 3 types ഉണ്ട്. നെർവ്സ് എന്ന് പറയുന്നത് ഗ്രൂപ്പ്സ് ഓഫ് ആക്സൺസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് നെർവ് ഫൈബേഴ്സിനാണ് നെർവ്സ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് ആക്സൺ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് നെർവ് ഫൈബേഴ്സിനാണ് നെർവ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് ആക്സൺസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് നെർവ് ഫൈബേഴ്സ്, ഇതിനാണ് നമ്മൾ നെർവ് എന്ന് പറയുന്നത്.
അപ്പോൾ നെർവിൻ്റെ ജസ്റ്റ് ഇത് ഒന്ന് ഓർമ്മിച്ച് വെക്കുക, കാരണം എന്തെങ്കിലും വൺ വേർഡോ അങ്ങനെ മാത്രമേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നമുക്ക് നെർവിൻ്റെ 3 ടൈപ്സ് പഠിക്കാം. നെർവ് വി ക്യാൻ ക്ലാസിഫൈ ഇൻടു 3 ടൈപ്സ് ഓൺ ദി ബേസിസ് ഓഫ് ദർ ഫങ്ഷൻസ്. നെർവ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഓൺ ദി ബേസിസ് ഓഫ് ഇറ്റ്സ് ഫങ്ഷൻസ് ആണ്. 3 ടൈപ്സ് ഓഫ് നെർവ്സ് ആണ് ഇതിൽ. ഒന്ന് സെൻസറി നെർവ്, നേരത്തെ പോലെ സെൻസറി ന്യൂറോൺ പകരം സെൻസർ നെർവ്. രണ്ടാമത്തത് മോട്ടോർ നെർവ്, മോട്ടോർ ന്യൂറോൺ പകരം മോട്ടോർ നെർവ്. മൂന്നാമത്തത് മിക്സ്ഡ് നെർവ്, മിക്സ്ഡ് നെർവ്. ഓക്കെ, അപ്പോൾ സെൻസറി നെർവിന്റെ പെക്യുലാരിറ്റി എന്താണ്? സെൻസറി നെർവ് ഫോം ചെയ്തിരിക്കുന്നത് സെൻസറി ന്യൂറോൺസ് കൊണ്ട് തന്നെയാണ്. സെൻസറി ന്യൂറോൺസിന്റെ ഗ്രൂപ്പിനാണ് എന്ത് പറയാ? സെൻസറി നെർവ് എന്ന് പറയുന്നത്. മോട്ടോർ ന്യൂറോൺസിന്റെ ഗ്രൂപ്പിനെ മോട്ടോർ നെർവ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മിക്സ്ഡ് നെർവിന്റെ പെക്യുലാരിറ്റി എന്തായിരിക്കും? സെൻസറി നെർവും സെൻസറി നെർവ് ഫൈബേഴ്സ്, സെൻസറി ന്യൂറോണും മോട്ടോർ ന്യൂറോണും മിക്സ് ചെയ്താലാണ് മിക്സ്ഡ് നെർവ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻസറി നെർവിന്റെ ഫങ്ഷൻസ് then carries impulses from various parts of the body to brain and spinal cord. Body to brain impulses carry ചെയ്യുന്നതിനെ സെൻസറി നെർവ് എന്ന് പറയുന്നു. ബ്രെയിനിൽ നിന്ന് അല്ലെങ്കിൽ സ്പൈനൽ കോഡിൽ നിന്ന് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി ബോഡിയിലേക്ക് നെർവ്സ് ഇമ്പൾസസ് ക്യാരി ചെയ്യുന്നതിന് മോട്ടോർ നെർവ് എന്ന് പറയുന്നത്. അപ്പോൾ മിക്സ്ഡ് നെർവിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? ഇറ്റ് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ബ്രെയിൻ ടു ബോഡി ആസ് വെൽ ആസ് ഫ്രം ബോഡി ടു ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അത് രണ്ട് ക്യാരീസ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അങ്ങോട്ടും ഇമ്പൾസസ് ക്യാരി ചെയ്യും, അതുപോലെ തന്നെ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിൽ നിന്ന് ഇങ്ങോട്ടും ഇമ്പൾസസ് ക്യാരി ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും നന്നായിട്ട് ഒന്ന് പഠിച്ചു നോക്കുക. ഒന്നുകൂടി ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കുക. ക്ലാസ് മനസ്സിലായില്ലെങ്കിൽ 2-3 തവണ കേട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടണം. ബാക്കി ഭാഗങ്ങൾ നമുക്ക് വരുന്ന വീഡിയോസിൽ, വരുന്ന പാർട്സിൽ പഠിക്കാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.